ഈ പൊരുവെയിലത്തും നമ്മുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. തണൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ തിരുവങ്ങൂരിലുള്ള തണൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഒരു പിടി മക്കള് ഉണ്ടാക്കിയിരിക്കുന്ന വളരെ മനോഹരമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. അതിന്റെ ടീച്ചേഴ്സ്, അതിന്റെ പാരന്റ്സ്, അതോടൊപ്പം തന്നെ ഇത് ഉണ്ടാക്കിയ കുട്ടികളൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് ഇവരോട് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം അല്ലെ? ടീച്ചറാണ് അല്ലെ? എന്താണ് ടീച്ചർ പേരെന്താ? എന്റെ പേര് അക്ഷയ. അക്ഷയാണല്ലേ? എങ്ങനെയാണ് ഇതിന്റെ പ്രചോദനം എന്താണ്? ഇതുകൊണ്ട് നിങ്ങൾ എന്താണ്? അതുകൊണ്ട് അവർക്കൊരു വരുമാനം ഉണ്ടാവും. വീട്ടിലിരിക്കുന്ന മക്കളല്ലേ, അപ്പൊ ഓരോ കുറെ കഴിവുകൾ വികസിപ്പിക്കാൻ പറ്റി. ഇതെല്ലാം അവര് ചെയ്തത്. ഇതെല്ലാം കുട്ടികൾ ചെയ്താണ്. വളരെ മനോഹരമായിട്ടുണ്ട്. ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. എങ്ങനെയുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്? അവിടെ എന്താ പറയാ, നിങ്ങൾക്ക് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ട്, പിന്നെ എന്താ ID കുട്ടികളുണ്ട്, ASD കുട്ടികളുണ്ട്, ഇവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്, പിന്നെ അങ്ങനെ കുറെ മക്കളുണ്ട്. ഓരോരോ കേസ് പറയാൻ വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ്. അപ്പൊ അവർക്ക് നിങ്ങൾ ഈ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ കൊണ്ട് വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും ഒരു ജോലിക്ക് ഏർപ്പെടുത്താന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. മോന്റെ പേരെന്താണ്? എന്തൊക്കെയാണ് മോൻ ഉണ്ടാക്കിയിരിക്കുന്നത്? എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കൈകൊണ്ട് പരിചയപ്പെടുത്തോ പ്രേക്ഷകർക്ക് വേണ്ടി? നമ്മ കൈകൊണ്ട് ഉണ്ടാക്കുന്നത് ഇതാണ്. വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കുട്ടിയുടെ പേരന്റ് നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാന്ന് വെച്ചാല് ഞങ്ങളെ സെന്ററില് 35 കുട്ടികളുണ്ട്. അതിൽ 9 കുട്ടികൾ പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എന്റെ മകൻ ഉൾപ്പെടെ പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. പിന്നെ തണലിന്റെ വിവിധ സെന്ററുകളിൽ, ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ ഞങ്ങളെ മക്കൾ ജോലി ചെയ്യുന്നുണ്ട്. മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ ജോലി ചെയ്യാൻ ഇവരും പ്രാപ്തരാണ്. ഓട്ടിസം ബാധിച്ച അല്ലെ സെറിബ്രൽ പാൾസി ബാധിച്ചാന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടതായിട്ട് ഒരാവശ്യമില്ല. ചുരുക്കി പറയാൻ ചോദിച്ചാല് എല്ലാം ഇൻക്ലൂസീവ് ഒന്നും ഒരു കാലാണിത്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് തന്നെ ചേർന്ന് ഇവരെ, പക്ഷെ ചില ഇടങ്ങളിൽ അത് സാധ്യമല്ല. ഇപ്പം ചുരുക്കി പറയാന്ന് ചോദിച്ചാൽ റവന്യൂ ജില്ലാ കലോത്സവം വേദി നടക്കുകയല്ലേ ഇപ്പൊ. അപ്പൊ ഈ കലോത്സവത്തോട് കൂടി തന്നെ നമ്മുടെ മക്കളെയും കൂടി കലോത്സവം അങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ മാറണം. അതേപോലെ തന്നെ പിന്നെ എല്ലാ മറ്റേ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരോടും വലിയ വലിയ സ്ഥാപനങ്ങളിലുള്ള സ്റ്റാഫിനോടൊക്കെ പറയാനുള്ളത്, ഇവരും നിങ്ങളെക്കാൾ മെച്ചമായിട്ട് ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവരാ. കളങ്കമില്ലാതെ അത്രയും നല്ല പിന്നെ വൈമുഖ്യത്തോട് ഒരു വൈമുഖ്യമില്ല, നല്ല രീതിയിൽ നല്ല കഴിവുള്ള കുട്ടികളാണ്, ജോലി ചെയ്യാൻ കഴിയുന്ന കുട്ടികളാണ്. ഞാനല്ല എന്റെ മോനെ ഒരു മാസത്തിലൊരു ശമ്പളം കൊണ്ട് തരുമ്പോ ഒരു സന്തോഷം, അത് വീട്ടിലൊരു ചെലവിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തി. അത് പേര് പറ. അബി അല്ലേ?